നിങ്ങളുടെ എക്സ് നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആയതുപോലെ കാണിക്കുന്നുണ്ട്. അത് ശരിക്കും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിറ്റൻഡ് ചെയ്യുന്നതാണ്. അവരിപ്പോൾ അവരുടെ കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. എന്തിനാണെന്നറിയോ? സ്വയം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഓക്കെയാണ്, എനിക്ക് അവരെ വേണ്ട, അല്ലെങ്കിൽ അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും എന്നൊക്കെ സ്വയം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എക്സ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പക്ഷെ അതൊന്നും വർക്ക് ആവണില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആകാൻ എത്രമാത്രം ശ്രമിക്കുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കും. അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊരിക്കലും വർക്കാകില്ല. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പം എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ഈ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം ഇത് എടുക്കുക, അല്ല എങ്കിൽ ഇത് വിട്ട് കളഞ്ഞേക്കുക. അവരിപ്പോഴും അവരുടെ ഈഗോ വിട്ട് കളഞ്ഞിട്ടില്ല. ഇവർ ശരിക്കും ഒരു ഡിറ്റാച്ച്മെന്റ് ഗെയിം പ്ലേ ചെയ്യുകയാണ്. കാരണം നിങ്ങൾ തിരിച്ചു വരുമെന്നാണ് അവർ കരുതുന്നത്. ഈ വ്യക്തി ഭയങ്കര സ്റ്റബോൺ ആണ്. ഞാൻ എലോൺ ആണെങ്കിലും ഓക്കെ ആണെന്നൊക്കെ അവർ പറയും. പക്ഷെ അവർക്കതിന് കഴിയില്ല. അവർ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കൊണ്ട് വല്ലാതെ അവരുടെ എനർജി എല്ലാം താഴ്ന്നു പോയൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അവർ അതൊന്നും ഒരിക്കലും പുറത്ത് കാണിക്കില്ല. ആദ്യം നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്നത് വെറുതെ കാണിക്കുന്നതാണെന്നാണ്. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾ ശരിക്കും മൂവ് ഓൺ ചെയ്തതാണെന്ന്. സത്യത്തിൽ അവർ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്തു. ലിറ്ററലി നിങ്ങൾ ഡിറ്റാച്ച് ആകുകയും ചെയ്തു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിലും സെൽഫ് ലവിലും ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ഒരു ഗെയിം കളിക്കുകയല്ല. പക്ഷെ ആ പേഴ്സൺ അങ്ങനെ ആയിരുന്നില്ല. അവർ ഡിറ്റാച്ച്മെന്റ് പ്ലേ ചെയ്യുകയായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നിങ്ങൾ ശരിക്കും മൂവ് ഓൺ ചെയ്തു എന്നുള്ളത്. അത് ആ പേഴ്സണ് വല്ലാത്തൊരു ഷോക്കായി മാറിപ്പോയി. ഈ 5 ഓഫ് വാണ്ട്സ് കാണിക്കുന്നത് അവർ ഇന്റേണലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അവരുടെ ഈഗോ കൊണ്ട് ഞാൻ പോകണോ അതോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തന്നെയാണ് അവരിപ്പോഴും ഇരിക്കുന്നത്. ഡെഫിനറ്റ്ലി എ ലോട്ട് ഓഫ് ആങ്സൈറ്റി ഗോയിങ് ഓൺ ഹിയർ. ഇപ്പോൾ അവരുടെ അബൻമെന്റ് വൂണ്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ കണ്ടിന്യൂസ് ആയി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോൾ മനസ്സിലായി ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നുള്ളത്. ഈ കാർഡ് സബ് കോൺഷ്യസ് ഫിയർ അല്ലെങ്കിൽ ഹിഡൻ ഫീലിങ്സിനെയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ഇന്നർ ചൈൽഡ് വൂണ്ട്സ് എല്ലാം ഇപ്പോൾ അവർക്ക് ട്രിഗർ ചെയ്യുന്നുണ്ട്. 9 ഓഫ് സോർട്സ് പറയുന്നത് ഇത്തവണ നിങ്ങൾ ശരിക്കും മൂവ് ഓൺ ആയി എന്നുള്ളതാണ്. അത് കുറെ കോൺട്രാഡിക്ഷൻസും കൺഫ്യൂഷൻസും ഒക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇവിടെ ഏസ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് വാണ്ട്സും ഉണ്ട്. ഈ രണ്ട് കാർഡ്സ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നാണ്. അവരൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കരുതുന്നത് ഈ ബന്ധം ഒരിക്കലും അവസാനിക്കില്ല, ഇതൊരു ടെമ്പററി ബ്രേക്കപ്പ് ആണെന്നൊക്കെയാണ്. അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. അവർ ചിന്തിച്ചതും റിയാലിറ്റി വന്നതും എല്ലാം വേറെ ആയിപ്പോയി. അവരിപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരിപ്പോഴും കൺഫ്യൂഷനിലാണ്. നിങ്ങൾ ശരിക്കും പോയതാണോ അത് അവരെ പോലെ ഇതൊരു ഗെയിം ആണോ എന്നൊക്കെ. കാരണം അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതുപോലെയല്ലേ അവർ ചിന്തിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ തേടി വരികയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഒരു പുതിയ തുടക്കത്തിന് സാധ്യതയുണ്ട്. ഈ ഏസ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് വാണ്ട്സും പറയുന്നത് ഇവിടെ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അവരൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുമുണ്ട്. അവർ കരുതുന്നത് ഈ ബന്ധം ഒരിക്കലും അവസാനിക്കില്ല, ഇതൊരു ടെമ്പററി ബ്രേക്കപ്പ് ആണെന്നാണ്. അവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നത് അവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയെങ്കിലും നിങ്ങൾ ശരിക്കും ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി. അവരിപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആക്ഷൻ അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അവരിപ്പോഴും ഒരു കൺഫ്യൂഷനിലാണ്. നിങ്ങൾ ശരിക്കും പോയതാണോ അത് അവരെ പോലെ ഇതൊരു ഗെയിം ആണോ എന്നൊക്കെ. കാരണം അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതുപോലെയല്ലേ അവർ ചിന്തിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളെ തേടി വരികയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു പുതിയ തുടക്കത്തിന് സാധ്യതയുണ്ട്.
ഇനി ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ ഈ ബന്ധം വീണ്ടും ആഗ്രഹിക്കുന്നുണ്ടോ? കാരണം നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആകാനുള്ള കാരണം നിങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ചില സമയം ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുവാൻ കാരണം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്താണ് അവർ ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നത്? അതായത് നിങ്ങളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നത്. അതാണ് അവരുടെ മിസ്സിങ്. അത് ശരിക്കും ഒരു ഷോ തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ അതിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും ഇഷ്ടപ്പെടാതെ വരും, ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാകും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവിടെ നിങ്ങൾക്കൊരു സ്പേസ് തരികയും നിങ്ങളുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. അല്ലാതെ ആ പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കുകയോ നിങ്ങളോട് ബ്രേക്കപ്പ് പറയുകയോ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി ഡിസ്കഷൻസ് അവോയ്ഡ് ചെയ്യുകയോ പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു മാറുകയോ സംസാരിച്ച് പരിഹരിക്കുന്നതിന് പകരം ബന്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ വ്യക്തി ഒരു സെൽഫിഷാണ്, ഇമ്മച്വർ പേഴ്സൺ ആണെന്നൊക്കെ. ഒരിക്കലും ഏജ് അല്ല രണ്ട് വ്യക്തികളെ തമ്മിൽ മാച്ച് ആക്കുന്നത്. ചില വ്യക്തികൾ ഇമോഷണലി വളരെ ഇമ്മച്വർ ആയിരിക്കും. വളരെ ഇൻ്റലിജൻ്റ് ആയ ആളുകൾക്കും ഇമോഷണൽ സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അവർ കാരണം മറ്റുള്ളവർക്ക് പ്രോബ്ലംസ് ഉണ്ടായാൽ പോലും അവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ദോഷം എന്തെങ്കിലും ചെയ്തിട്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയും. അവരുടെ ആക്ഷൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കില്ല. ഞാൻ പെർഫെക്റ്റ് ആണ്, നിങ്ങളാണ് പ്രശ്നത്തിന് കാരണമെന്ന് പറയും. അവർക്ക് ആരും ക്രിട്ടിസൈസ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഇമ്മച്വർ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് വരുന്നത് വളരെ ഡേഞ്ചറാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ സഫർ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും ഒക്കെ നശിപ്പിക്കും. ഇങ്ങനത്തെ ആളുകൾ നിങ്ങളെ മിസ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷേ അവരെ ഒരിക്കലും സ്വീകരിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അവർക്കുണ്ടായ ചേഞ്ചസ് നമ്മൾ നോട്ട് ചെയ്യണം. അത് ശരിക്കും വൃത്തിയാണോ എന്ന് നോക്കുക. നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുക.